എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് 2026 വിഷുഫലത്തെക്കുറിച്ചാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ആദ്യത്തെ 3 നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാരുടെ ഫലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആദ്യം അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് പറയാം. 2026 വിഷു മുതൽ അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല കാലമാണ് വരുന്നത്. ഐശ്വര്യപൂർണമായ ഒരു വർഷമായിരിക്കും 2026 വിഷു മുതൽ. ഏറെക്കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അവരുടെ നേർവഴിക്ക് വരുന്ന ഒരു കാലഘട്ടമാണ് ഈ 2026 വിഷു മുതൽ ഇവരെ കാത്തിരിക്കുന്നത്. സാമ്പത്തികമായി അശ്വതി നക്ഷത്രക്കാർ നല്ല നിലയിലെത്തും. ഭാഗ്യക്കുറി, ചിട്ടി, ഷെയർ ബിസിനസ് ഇവയിലൂടെ അപ്രതീക്ഷിതമായ ധന ആഗമനത്തിന് സാധ്യതയുണ്ട്. ജോലിയിൽ പ്രൊമോഷൻ, ശമ്പള വർധനവ് ഇവയ്ക്ക് പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ വർഷമാണ്. നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യണം. ജൂണിൽ വരുന്ന വ്യാഴമാറ്റം കരിയറിൽ വലിയ കുതിച്ചാട്ടം ഇവർക്ക് നൽകും. കുടുംബജീവിതം സന്തോഷകരമാകും. പുതിയ വീട് വാങ്ങാനോ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി താമസം മാറാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ വർഷം സാധിക്കും. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കാൻ ഈ വിഷുവർഷം മുതൽ നിങ്ങൾക്ക് സഹായിക്കുക തന്നെ ചെയ്യും. ആരോഗ്യപരമായി പ്രശ്നങ്ങൾ കുറവായിരിക്കുകയും എന്നാലും അസ്ഥി സംബന്ധമായോ ദഹന സംബന്ധമായോ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകും. അവ ശ്രദ്ധിക്കുക. തീർത്ഥാടനം, വിനോദയാത്ര എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. രാത്രി യാത്ര പരമാവധി ഒഴിവാക്കുക. ആർക്കും അനാവശ്യമായ വാഗ്ദാനങ്ങൾ നൽകുന്നത് ഒഴിവാക്കുക. ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കുക. പണമിടപാടുകളിൽ വിശ്വസ്തരുമായി മാത്രം സഹകരിച്ചു പോകുക. അശ്വതി നക്ഷത്രക്കാര് ഈ വിഷുവർഷം കൂടുതൽ അനുയോജ്യമാകാൻ ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുക. തടസ്സങ്ങൾ നീങ്ങാൻ എല്ലാ മാസത്തെയും അശ്വതി നാളിൽ ഗണപതി ഹോമം നടത്തുക. ശനിദോഷം കുറയ്ക്കാൻ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ശനി പൂജ ചെയ്യുക. ശാസ്താക്ഷേത്രത്തിൽ എള്ളുകിഴി, നീരാഞ്ജനം എന്നിവ നടത്തുക. നക്ഷത്ര മൃഗമായ കുതിരയ്ക്കും നക്ഷത്ര പക്ഷിയായ പുലിനും ജലം, ആഹാരം എന്നിവ നൽകുക. നക്ഷത്ര വൃക്ഷമായ കാഞ്ഞിരം നട്ടു വളർത്തുക. നക്ഷത്ര ദേവതാ മന്ത്രമായ അശ്വിനി ദേവതയുടെ മന്ത്രമായ ഓം അശ്വിനി ദേവതാഭ്യം നമ എന്നിവ 108 തവണ ജപിക്കുക. അപ്പോൾ ഇനി ഭരണി നക്ഷത്രത്തെക്കുറിച്ച് പറയാം. 2026 വിഷു മുതൽ ഭരണി നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് വരുന്നത്. ഈ വ്യാഴത്തിൻ്റെ സ്ഥാനമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തും. സാമ്പത്തികമായി പറഞ്ഞാൽ വിഷുവിന് ശേഷം സാമ്പത്തിക നിലയിൽ കാര്യമായ പുരോഗതി തന്നെ ഉണ്ടാകും. മുടങ്ങിക്കിടക്കുന്ന പണം തിരികെ ലഭിക്കാനും പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കാനും സാധ്യതയുണ്ട്. വർഷത്തിൻ്റെ മധ്യത്തോടെ അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ പണം കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ശ്രദ്ധ വേണം. ജോലി സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും ഉള്ള യോഗവും കാണുന്നു. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായ സ്ഥലം മാറ്റമോ പുതിയ ഉത്തരവാദിത്തങ്ങളോ ഏറ്റെടുക്കേണ്ടി വരും. ബിസിനസ് ചെയ്യുന്നവർക്ക് പങ്കാളിത്ത ബിസിനസ്സിൽ നല്ല ലാഭം പ്രതീക്ഷിക്കാം ഈ വർഷം. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും. പുതിയ വീട് വാങ്ങാനോ വീട് പണി പൂർത്തിയാക്കി താമസം മാറാനോ ഉള്ള ആഗ്രഹം ഈ വർഷങ്ങൾക്ക് സഫലമാകും. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും അനുഭവപ്പെടും. എന്നാൽ അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുക. ശനിയുടെ സ്വാധീനം ഉള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായ അസുഖങ്ങളോ അമിതമായ മാനസിക സമ്മർദ്ദമോ ഉണ്ടായേക്കാം. കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ശീലമാക്കുക. ഭരണി നക്ഷത്രക്കാര് ഈ വിഷുവർഷം അനുകൂലമാക്കാൻ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. അഹങ്കാരം ഒഴിവാക്കുക. വിജയങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ എളിമ നിലനിർത്തുക. അത് എന്നും ചെയ്യുക. ശനിയാഴ്ച ശാസ്താ ക്ഷേത്രത്തിൽ പോയി നീരാഞ്ജനവും എള്ളുകിഴിയും ഭക്തിപൂർവ്വം നടത്തുക.
ദോഷഫലം കുറയും. കൂടാതെ നക്ഷത്ര മൃഗമായ ആനയ്ക്കും നക്ഷത്ര പക്ഷിയായ പുല്ലിനും ആഹാരവും വെള്ളവും നൽകുക. നക്ഷത്രവൃക്ഷം നെല്ലി നട്ടു വളർത്തുക. നക്ഷത്രദേവതയായ യമന്റെ മന്ത്രം നിത്യവും ജപിക്കുക. അതുകൂടാതെ ലക്ഷ്മി ഭജനവും നടത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ 2026 വിഷുവർഷം ഇവർക്ക് അനുകൂലമായി തീരും. ഇനി പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രത്തിന്റെ വിഷുഫലമാണ്. 2026 വിഷുവർഷം കാർത്തിക നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലമാണ് വരാൻ പോകുന്നത്. എങ്കിലും വർഷത്തിന്റെ പകുതിയോടെ വലിയ നേട്ടങ്ങളും സുവർണ കാലഘട്ടമാണ് ഇവരെ കാത്തിരിക്കുന്നത്. തൊഴിൽപരമായി ചില മാറ്റങ്ങൾ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഉണ്ടാകാം. ദീർഘകാലമായി കാത്തിരുന്ന സ്ഥലമാറ്റമോ പ്രമോഷനോ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇത് ലഭിക്കുവാനുള്ള ഏറ്റവും അനുകൂലമായ സമയമാണ്. ഏപ്രിൽ പകുതിക്ക് ശേഷം പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് മേലധികാരികളിൽ നിന്നും പ്രശംസയും അംഗീകാരവും ലഭിക്കുക തന്നെ ചെയ്യും. ജൂൺ മാസത്തോടെ വ്യാഴത്തിന്റെ രാശിമാറ്റം സംഭവിക്കുന്നതോടെ സാമ്പത്തിക നില വളരെയധികം ഭദ്രമാകുക തന്നെ ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സ്വർണത്തിൽ മേൽ നിക്ഷേപിക്കാൻ ഇതിലൂടെ സാധിക്കും. പുതിയ വീട് വാങ്ങാനും വീട് പണി പൂർത്തിയാക്കി അവിടെ താമസം തുടങ്ങാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് സഫലമാകുക തന്നെ ചെയ്യും. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. ഇടവക്കൂർ കാർത്തിക നക്ഷത്രക്കാര് സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം. വിവാഹപ്രായമെത്തിയ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം അനുകൂലമായ വിവാഹകാര്യം നടക്കുക തന്നെ ചെയ്യും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എന്നും നിലനിൽക്കും. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. നടുവേദന, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അലട്ടാൻ സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും ശ്രദ്ധിക്കുക. ഈ വിഷുവർഷം അനുകൂലമാകാൻ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക. കാർത്തിക നക്ഷത്ര ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുക. നക്ഷത്ര മൃഗമായ ആടിനും നക്ഷത്ര പക്ഷിയായ പുല്ലിനും ആഹാരവും വെള്ളവും നൽകുക. നക്ഷത്രവൃക്ഷമായ അത്തി നട്ടു വളർത്തുക. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 വിഷുവർഷം അനുകൂലമായി തീരുക. അപ്പം എല്ലാവർക്കും നന്മകൾ നേരുന്നു.